പടിപടിയായുള്ള വളർച്ചയാണെന്നേ, പതിയെ പതിയാണ് വളരുന്നതെന്നേ. പക്ഷേ വളരുകയാണ്, തളരുകയല്ല. മുനിസിപ്പാലിറ്റി അംഗങ്ങളുടെ എണ്ണം 236-ൽ നിന്ന് 320-ലേക്ക് വളർന്നു. കോർപ്പറേഷൻ അംഗങ്ങളുടെ എണ്ണം 59-ആയി 2020-ൽ വന്നു നിൽക്കുകയാണ്. ഈ ഒരു ബേസ് അവിടെയുണ്ട്. അത് പടിപടിയായി ഉണ്ടാക്കിയെടുത്തതാണ്. സാധാരണക്കാരായ പ്രവർത്തകർ പണിയെടുത്തുണ്ടാക്കിയതാണ്, അല്ലാതെ മേളിൽ നിന്ന് ആരും നൂലിൽ കെട്ടി ഇറക്കിയതൊന്നുമല്ല. അപ്പോൾ ആ രീതിയിലുള്ള വളർച്ച എവിടെ ഉണ്ടാകും? പാലക്കാടും പന്തളവും മാത്രമല്ല, കൂടുതൽ മുനിസിപ്പാലിറ്റികളിലെ ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യതയും അവിടെ നിൽക്കുന്നുണ്ട്. 22 പഞ്ചായത്തുകളിൽ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് കൂട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഗ്രൗണ്ട് വർക്ക് അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും എൻ വാസു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ ജയിലിലാണല്ലോ. പാർട്ടിക്കാരൻ പഞ്ചായത്ത് പ്രസിഡന്റ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടിക്കാരൻ എൻ വാസു സ്വർണം കട്ട് കിടക്കുകയാണ് ജയിലിൽ. അത് വെച്ചോണ്ടാണ് തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ ബോയിയാണ് എൻ വാസു. ആ എൻ വാസുവിനെ പോസ്റ്റർ ബോയി ആക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഭഗവാന്റെ സ്വർണം കട്ട ആളുകളെ കൂടെ കൊണ്ട് നടന്ന ഒരു പാർട്ടിയാണ് ഇവിടെ വന്നിരുന്നു കൊണ്ട് വർഗീയത, അതുപോലെ തന്നെ ഹിന്ദുത്വ പ്രീണനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ ഒന്ന് ആഞ്ഞു പിടിച്ചാലുണ്ടല്ലോ, ഹിന്ദു കൺസോളിഡേഷൻ വന്നാലുണ്ടല്ലോ, ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങി അവരെ പറ്റിച്ച പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാകും. അവരൊന്ന് മാറ്റിക്കുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ.